മനസ്സിലായോ? ആ ഇപ്പൊ മനസ്സിലായി. ഈ അക്കൗണ്ട്സ് ഒക്കെ നീ തന്നെ കൈകാര്യം ചെയ്യണം. എന്തായാലും നീ വെറുതെ നടക്കുമല്ലേ? നീ അത് നോക്ക്. നമുക്ക് ഇന്ന് തന്നെ പോവാ. നോക്കി ചെയ്യേ. ആ രാജേട്ടാ, എന്താ പോ? ഇന്ന് ഓഫീസ് ഡ്യൂട്ടി ഒന്നും വേണ്ട, നമുക്ക് ഫോട്ടോഷൂട്ടിന് പോവാം. എന്ത് ഫോട്ടോഷൂട്ട്? വെഡിങ് ഫോട്ടോഷൂട്ട്. രാജു ഇക്കാലത്തൊന്നുമല്ല ജീവിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് വധൂവരന്മാർക്ക് വേണ്ടി പലതരം ഫോട്ടോകൾ എടുക്കുന്നതിനാ ഈ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുന്നത്. ഈ ഫോട്ടോഷൂട്ട് ഇപ്പൊ കലക്കിത്തരാം. എങ്ങനെ? ആ രമ്യയെ വിളിച്ചൊന്ന് പറഞ്ഞാ മതി. അവള് കൊടുങ്കാറ്റ് പോലെ പറന്നിങ്ങെത്തും. എന്നാ വിളിച്ച് പറയാമേ. വിളിക്കാടാ, ഇവരൊന്ന് ഇറങ്ങട്ടെ. എന്താ രാജു ഇങ്ങനെ മടി പിടിച്ചു നിൽക്കുന്നേ? ഇത്തരം ഫോട്ടോഷൂട്ടിനൊന്നും ഞാനില്ല മാഡം. ഈ രാജു എന്ത് മനുഷ്യനാ? ഇപ്പോഴും ഉണ്ടോ ഇങ്ങനത്തെ ചെറുപ്പക്കാര്? രാജു കോളേജിലും ഇങ്ങനെയായിരുന്നോ? ഏയ്, കോളേജില് പുലിയായിരുന്നു എന്നാ ഞാൻ അറിഞ്ഞത്. ചേച്ചിയോട് രാജുവേട്ടൻ പറഞ്ഞതാ. കോളേജ് കാലം അല്ലല്ലോ ഇപ്പൊ. ഇപ്പോഴത്തെ കാലത്തിന് എന്താ കൊമ്പുണ്ടോ രാജു? രാജു, നമുക്ക് ചില പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കുന്നതാ ഈ ഫോട്ടോ ആൽബം. കുറച്ച് ഫോട്ടോ എടുക്കുന്നത് നല്ലതല്ലേ? അതെ, കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണിനും മാത്രമുള്ളതാ അത്. അതിന്റെ ഡയറക്ടർ ആരെന്നറിയോ? ഈ ഞാനാ. ഇവൾക്കെതിരെയുള്ള ഒരു ബോംബ് നമ്മുടെ കയ്യിലുണ്ടല്ലോ അമ്മേ. അതെടുത്ത് ഇപ്പൊ പൊട്ടിച്ചാലോ? വരട്ടേടാ, അതിനൊക്കെയുള്ള അവസരം വരുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഫോട്ടോഷൂട്ടിനൊന്നുമില്ല രാജു. അപ്പോ സോറി. രാജുവിന്റെ താല്പര്യം മാത്രം നോക്കിയാൽ മതിയോ? മറ്റുള്ളവരെ കൂടി പരിഗണിക്കണ്ടേ? എന്താ ശേഖര അവിടെ പ്രശ്നം? പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന് രാജുവേട്ടൻ വരുന്നില്ല അന്ന്. അതെന്താ കാര്യം? രാജുവിനെ വിളിച്ച് ഫോട്ടോഷൂട്ട് നടത്താൻ പ്രതാപം കൂടി സമ്മതിച്ചതല്ലേ? എന്താ പ്രതാപം പറഞ്ഞ രാജു കേൾക്കില്ലേ? അയ്യോ, സാറ് പറഞ്ഞ ഞാൻ എന്തും കേൾക്കും മാഡം. ഞാൻ പറഞ്ഞ രാജു കേൾക്കൂലേ? മാഡം പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാൽ പ്രതാപനും ഞാനും കൂടി പറയുന്നു, ഈ ഡയറക്ടർ അപ്പു പറയുന്നത് അനുസരിക്കാം. ചേച്ചി അടുത്തോട്ട് ചേർന്ന് നിക്ക്. ഒന്ന് ചേർന്ന് നിക്ക്. ഒരു മിനിറ്റ്, ഫേസ് ഒന്ന് ടച്ച് ചെയ്യാം. ഒന്ന് വന്നേ. അടുത്തേക്ക് നിക്ക്. എടുക്ക്. ഒന്ന് ചിരിക്കണ്ട രാജുവേട്ടാ. സ്മൈൽ. എടുത്തോ. ഇനി വേറെ പോസ്. ഷോൾഡറിലേക്ക് കൈ വെക്ക്. ഒന്ന് വെക്ക് രാജുവേട്ടാ. റെഡി? സ്മൈൽ. രാജുവേട്ടാ ചിരിക്കുക. എടുത്തില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോസ്. കൊടുക്ക രാജുവേട്ടാ കൈ പിടിക്കും. സ്മൈൽ. ചേച്ചിയുടെ എക്സ്പ്രഷൻസ് എല്ലാം ഓക്കെയാ, പക്ഷേ രാജുവേട്ടൻ ഭയങ്കര സീരിയസാ. രാജു ചിരിച്ചൊന്ന് റെഡി ആവും രാജുവേട്ടാ. അടുത്തേക്ക് ചേർന്ന് നിൽക്കും, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വാ. ചേച്ചി ചേർന്ന് നിൽക്ക്. ഓക്കെ.
ഹലോ മീര മാഡം. ആ മോളെന്തെടുക്കോ? ഞാൻ വീട്ടിലുണ്ട്. സങ്കടപ്പെട്ടിരിക്കുവാണോ? ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട. കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നോളും. അതൊന്നും നടക്കില്ല മാഡം. രാജുന് എന്നെ ഇഷ്ടല്ല. അതൊക്കെ മോളുടെ തോന്നല. രാജുവിന് മോളോട് മാത്രമേ ഇഷ്ടമുള്ളൂ. അത് സത്യമാ. എന്നെ കല്യാണം കഴിക്കാനുള്ള ആളാണെങ്കിൽ എന്നോട് അങ്ങനെയൊക്കെ പറയൂ. മോളോട് രാജു എന്ത് പറഞ്ഞു? കുറച്ചു മുൻപ് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോ രാജു എന്നോട് പറഞ്ഞു ഈ കല്യാണം നടക്കില്ലെന്ന്. രാജു അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു മാഡം. മോള് വിഷമിക്കാതെ, ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കാം. നാളെ രാജുവിനെ കുന്നത്തുകാവ് അമ്പലത്തിൽ എത്തിക്കാൻ പറ്റുമോ? ശ്രമിക്കാം മാഡം. ഞാൻ ശ്രമിച്ചാൽ മാത്രം പോരാ, കൊണ്ടുവരണം. അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. രാജുവുമായി നാളെ ക്ഷേത്രത്തിൽ പോണോന്ന് മോളുടെ അമ്മമ്മയോട് പറഞ്ഞാ മതി. അമ്മമ്മ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തോളും. ശരി. അപ്പോ നാളെ കുന്നത്തുകാവില് കാണാം. ശരി മാഡം.